ഹായ് വെൽക്കം ടു ലൈറ്റ് ഓൺ ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ പ്രൊഡക്റ്റിന് വേണ്ടി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രൊഡക്റ്റിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് ഒരു ആപ്പാണ്, അതിൻ്റെ അകത്ത് മോഡൽ എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ടൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ഞാനൊരു പ്രൊഡക്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന നെയിം കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മോഡൽസ് ഡോട്ട് മോഡൽ ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ എന്താണോ കൊടുക്കണേ അതിനുള്ള പോർഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. മോഡൽസ് ഡോട്ട് ഞാനിപ്പോൾ ടൈറ്റിൽ കൊടുക്കുന്നതിന് ഒരു ചാർ ഫീൽഡാണ് കൊടുക്കണേ. ഓക്കെ, അതിൻ്റെ അകത്ത് എത്ര മാക്സിമം ലെങ്ത് വേണമെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ 200 കൊടുത്തു. അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്ന ഡിസ്ക്രിപ്ഷനാണ്, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതിനുവേണ്ടി ഞാൻ കൊടുക്കാൻ പോകുന്നത് മോഡൽസിൻ്റെ അകത്ത് ടെസ്റ്റ് ഫീൽഡാണ്. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് പ്രൈസ് ആണ്. ഓക്കെ, പ്രൈസിൻ്റെ അവിടെ ഞാൻ കൊടുക്കുന്നത് മോഡൽസ് ഡോട്ട് ഡെസിമൽ. ഡെസിമൽ ഫീൽഡിൻ്റെ അകത്ത് ഡെസിമൽ പ്ലേസ് പോയിന്റ് കഴിഞ്ഞ് എത്ര വാല്യൂ വേണമെന്നാണ്. അപ്പോൾ അവിടെ 2 കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് മാക്സിമം ഡിജിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു 20 കൊടുക്കുക. ഓക്കെ, നമ്മുടെ മോഡൽ ഏകദേശം നമ്മൾ പ്രൊഡക്റ്റിനുള്ളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് ആപ്പ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അകത്ത് സെറ്റിങ്സിൻ്റെ അകത്ത്, ഇത് മെയിൻ സെറ്റിങ്സ് ആണ്. അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾഡ് ആപ്സിൻ്റെ അടിയിലായിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ നെയിം പ്രൊഡക്റ്റ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതൊരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് മൈഗ്രേറ്റ് ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് പൈത്തൺ manage .py make migration. സോറി, മിസ്റ്റേക്ക് വന്നു. മേക്ക് മൈഗ്രേഷൻ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നു, സോറി. ഓക്കെ, നമ്മുടെ ഡേറ്റാബേസിൽ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ മൈഗ്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി മൈഗ്രേറ്റ്. ഓക്കെ, നമ്മുടെ ഡേറ്റാബേസ് മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വട്ടം, അതായത് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ മോഡലിൽ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും അത് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആവത്തില്ല, എറർ വരും. അപ്പോൾ നമ്മൾ ഒരു മോഡലിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുക. ഇപ്പോൾ പ്രൈസിൻ്റെ താഴെയായിട്ട് നമ്മൾ വേറൊരു കാര്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മൈഗ്രേഷൻ കൊടുക്കണം, മൈഗ്രേറ്റും ചെയ്യണം. ഈ 2 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിൻ ഓപ്പൺ ചെയ്യുക. admin.py ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ മോഡലിനെ രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് നമ്മുടെ മോഡൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫ്രം ഡോട്ട് മോഡൽ ഇമ്പോർട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ മോഡലിനെ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി admin dot site dot register
അതിൻ്റെ അകത്ത് നമ്മൾ പ്രൊഡക്റ്റ്, ഇത് നമ്മുടെ മോഡലിൻ്റെ നെയിമാണ് ഈ പ്രൊഡക്റ്റ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സെർവർ റൺ ചെയ്യിപ്പിക്കുക. പൈത്തൺ manage.py run server. ഓക്കെ, എന്നിട്ട് നമ്മുടെ അഡ്മിൻ ഓപ്പൺ ചെയ്യാം, /admin. ഓക്കെ, നമുക്ക് കാണാം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡേറ്റാബേസിൽ മോഡൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ 0 പ്രൊഡക്റ്റ് ആണ്. നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ് എത്രയാണ്. നമ്മളിപ്പോൾ ഒരു കാർ എന്ന ടൈറ്റിൽ കൊടുത്തു. അതിൻ്റെ അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രിപ്ഷനായിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തു. പിന്നെ നമ്മൾ അതിനൊരു പ്രൈസ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഡേറ്റയെ സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡേറ്റാബേസിലോട്ട് നമുക്ക് എത്ര പ്രൊഡക്റ്റിനെ വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഡേറ്റാബേസിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡിൽ കൊണ്ടുവന്ന് വ്യൂ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് വരുത്താം. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇവിടെ കാണുന്ന പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ്, അതായത് കാർ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ സേവ് ചെയ്തു. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അപ്ഡേറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ക്രെഡിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. ഈ പ്രൊഡക്റ്റ് നമ്മുടെ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ള ടൈറ്റിൽ ഇവിടെ വരണമെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് മോഡലിൽ പോവാം. മോഡൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫൈൻ സ്ട്രിംഗ്, ഇതിൻ്റെ റിട്ടേൺ ചെയ്യേണ്ടത് self.title. ഇങ്ങനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മോഡലിൽ എന്തൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മളത് മൈഗ്രേഷൻ ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഫസ്റ്റ് മേക്ക് മൈഗ്രേഷൻ, പിന്നെ മൈഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ സെർവർ റൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്യുക. ഓക്കെ, കണ്ടോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നെയിം, ടൈറ്റിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. മോഡൽ വെച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കതൊക്കെ നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. ബാക്കി സെക്ഷൻ നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. എല്ലാവരും ലേൺ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.